ഉത്തർപ്രദേശിൽ കോൺഗ്രസ് തിരിച്ചുവരവിന് ഒരുങ്ങുന്നു. 2029 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. അംബേദ്കറും കോൺഗ്രസും പരസ്പര പൂരകങ്ങൾ. BJP സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജേന്ദ്ര പാൽ ഗൗതം. ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ പുതിയ ചുമതലക്കാരനായി നിയമിതനായ രാജേന്ദ്ര പാൽ ഗൗതം ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഉത്തർപ്രദേശിൽ അധികാരത്തിലെത്തുമെന്നും 2029 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും പ്രഖ്യാപിച്ചു. പുതിയ ചുമതലയ്ക്ക് ശേഷം ലക്നൌവിൽ എത്തിയപ്പോഴായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് രാജേന്ദ്ര പാൽ ഗൗതമിന് നൽകിയത്. താഴെത്തട്ട് മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ 2027 ഉത്തർപ്രദേശ് പിടിച്ചെടുക്കുകയും 2029 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അംബേദ്കർ രൂപകൽപ്പന ചെയ്ത ഭരണഘടനയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പോരാടുമെന്ന് പറഞ്ഞ ഗൗതം അംബേദ്കറും കോൺഗ്രസും തമ്മിൽ ഭിന്നതയിലാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു. അംബേദ്കറും കോൺഗ്രസും പരസ്പര പൂരകങ്ങളായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തെ രാജ്യത്തിന്റെ ആദ്യത്തെ നിയമമന്ത്രിയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ അദ്ദേഹം പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും സർക്കാർ ജോലികൾ നൽകുന്നതിനും പരാജയപ്പെടുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനോ കൃത്യസമയത്ത് പരീക്ഷകൾ നടത്താനോ ചോദ്യപേപ്പർ ചോർച്ച തടയാനോ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയൊരു സർക്കാർ ആവശ്യമില്ല, അദ്ദേഹം പറഞ്ഞു. ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ BJP വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. BJP ജനങ്ങളുടെ വിശ്വാസവും സംഭാവനകളും വോട്ടുകളും മോഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിതരുടെയും അവകാശങ്ങൾക്കായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു.